നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ ഡോഗിന് കൊടുക്കാൻ വേണ്ടി വന്നാണ്. ലൊക്കേഷൻ കൊല്ലമാണ്. അപ്പൊ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. പ്രശ്നങ്ങൾ പറയാം ഒന്നുകൂടി. ഓക്കെ, പറഞ്ഞോളൂ. അപ്പം എൻ്റെ പേര് ടെൻസൻ, ഇവിടെ കൊല്ലം നീണ്ടകരയാണ്. ഇതിപ്പോൾ നമ്മുടെ ഹാർബർ ഏരിയ ആക്ച്വലി. അപ്പം ആക്ച്വലി ഡോഗിന് ട്രെയിനിങ്ങിന് കൊടുക്കാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം ബേസിക് ഒബീഡിയൻസ് പ്ലസ് ആൾക്കൊരു എന്താ പറയാ, നമ്മൾ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആള് വേറൊരു നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല ആള്. അപ്പം ലീഷ് പുള്ളിങ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് ഡോഗ്സ്, സ്ട്രീറ്റ് ഡോഗ്സിനെ കാണുന്ന സമയത്തൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് ഒരു ബിഹേവിയർ, എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യണം, ആളെ ഒന്ന് കുറച്ച് ഒബീഡിയന്റ് ആക്കണമായിരുന്നു. അതായിരുന്നു ആക്ച്വലി മെയിൻ ഉദ്ദേശം. അപ്പൊ നമുക്ക് നോക്കാം ആൾ എങ്ങനെയുണ്ട് അല്ലേ. വീഡിയോ നമുക്ക് എന്തിനാ ഞാൻ തന്നെ വേണ്ടത്. നോ നോ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഗുഡ് ബോയ്. നമ്മൾ ചെയിൻ എപ്പോഴും ഈ ഒരു ലെവലിൽ വെക്കാം. ഓക്കെ, ലീഷ് ഒന്ന് ഹോൾഡ് ചെയ്യാം. നല്ല യാത്ര ചെയ്തു. അലമ്പ് നഗിലേട്ടാ. സാധാരണ ടോയ്ലറ്റ് ചെയ്ത് കൊളാക്കാറുണ്ട് ചില ഡോഗ്സ്. ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. നോ. കമന്റ് വരുന്നത് മൂന്നാണ്. നോ. നോ. ശരിയല്ലേ? ഇങ്ങനെ കൂടെ നടക്കാം. ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയിൻ ചെയ്യുക. ഓക്കെ, ശരിയല്ലേ? ലെഫ്റ്റ് സൈഡ് പിടിക്കുക. ഡോഗിനെ എപ്പോഴും ലെഫ്റ്റ് സൈഡ് പിടിക്കാം. മല്ലേ മല്ലേ, അങ്ങനെ നോക്കണമെന്നില്ല, നമ്മൾ കൂടെ നടക്കാം. ഈ ഫ്രണ്ട് നിട്ടാ, ഫ്രണ്ട് ആകട്ടെ. ചെറിയൊരു വീഡിയോ ഇട്ടുണ്ട് ഫ്രണ്ട് നിന്നെ കാണേണ്ട ആവശ്യമല്ല. അതെ, ലീഷ് പുള്ളിയും കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാ, ഇത് സംഭവിച്ചിട്ടുണ്ട്. ലീഷ് ലീഷ് എന്ന് വെച്ചാൽ ലീഷ് കുറച്ചുകൂടി മുകളിലുള്ളത് ഇവിടെയുള്ളത്. ഈ പൊസിഷൻ ഇടാം. എന്നിട്ട് ചാടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നോ വലിയ. ഓക്കെ, ഇത് മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ റിപ്പീറ്റേഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നിങ്ങളുടെ സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒന്നുകൂടി വിളിക്കുവാൻ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്യാം. നോ നോ. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, സോ ഗുഡ് ബോയ്, ബോയ്. നോ നോ. ഞാൻ വിളിച്ചാൽ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വരും. അത് നീ എന്തെങ്കിലും വിളിച്ചേ. സ്റ്റേ. നോ നോ. സ്റ്റേ. സ്റ്റേ അല്ല, സിറ്റ് നന്നായി. സിറ്റ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, കൻസൽ. നോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. നോ നോ നോ. വിളിച്ചോ, വിളിച്ചോ. Good boy, good boy. No, here. No. Sit. Wait. നമ്മളെ വെയിറ്റ് വരണം. ഇത് എഴുതണം. ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തുള്ള ലീഷ് ഉപയോഗിച്ചോ. കാരണം ഇത് നമ്മളോട്ട് ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം പുറത്താണ്, പുതിയ സ്ഥലമാണ്. നോ. അപ്പൊ ആ സമയങ്ങളിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ലെങ്ത്തുള്ള ലീഷ് ഉപയോഗിച്ചോ. വെയിറ്റ്. എന്നിട്ട് വെയിറ്റ് പറഞ്ഞാൽ എടുത്താൽ നമ്മൾ പറയുന്ന സമയം വരെ അവിടെ വെയിറ്റ് ചെയ്യണം. ഡൗൺ. വെയിറ്റ്. നമ്മൾ പറയുന്ന സമയം വരെ അവിടെ വെയിറ്റ് ചെയ്യണം. വേറെ ആൾക്കാർ വന്നാലോ, വണ്ടി വന്നാലോ, ഡോഗ്സ് വന്നാലോ ഇവിടെ അനങ്ങാൻ പാടില്ല. ഇവിടെ തന്നെ നിൽക്കണം. ഈ സമയത്ത് നമ്മളെ ഡോഗിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഗുഡ് ബോയ്. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ ഡോഗിനെ ഇത് വെച്ചാൽ നമ്മളിപ്പോ
ഒരു കടയിലേക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെ കുറച്ച് മാറിയിരിക്കുന്നു, പക്ഷെ ഫ്രീ ആയി കിട്ടണം. അപ്പൊ ഇവനൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണം. സിറ്റ് ഡോ സിറ്റ് ഗുഡ് ബോയ് ഡൗൺ വെയിറ്റ്. ഇങ്ങനെ ഇടാം. അത് ഈ കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സിറ്റിലായാലും ഡൗണിലായാലും ഡോഗ് വെയിറ്റ് ചെയ്യണം നമ്മൾ പറയുന്ന സമയം വരെ. നമ്മളിവിടെ ഇത് പുതിയൊരു സ്ഥലമാണ്, ഒരു പരിചയമില്ല, ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഈ സ്ഥലത്ത് ഇവനിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. നമ്മളിത് പല തവണ പല സ്ഥലങ്ങളിലായി പോയിട്ട് റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ വേറെ ഡോഗ്സ് വരാം, ആൾക്കാർ വരാം, പല 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 സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഇതിനിപ്പോ എണീക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചോദിച്ചാൽ കറക്റ്റ് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇത് നമുക്ക് എവിടെ നിന്നാണ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഓക്കെ, ഇത് നമ്മൾ ഡോഗ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഡോഗ് ഫ്രീ ആണ്. നോ, ഈ രീതി നമ്മൾ കൂടെ നടക്കണം. ഫ്രണ്ടിൽ പോകാൻ പാടില്ല. നോ, പോകുന്നുണ്ടെങ്കിൽ ലീഷ് ഒന്ന് വരിക. ഓക്കെ, നടന്നു. ഫസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് ദിവസം ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ ചോക്ക് ചെയിൻ കുറച്ച് മുകളിൽ ഇടുക. നോ, കൈയൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നോ എന്ന് പറഞ്ഞിട്ട് ലീഷ് ഒന്ന് ഫുൾ ചെയ്യാം. ഓക്കെ, ശരി. വീഡിയോ ഒരു ധൈര്യം അല്ലേ? നേരത്തെ ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടല്ലേ? തോന്നിയാ പറച്ചിലേക്കുമ്പോഴേ. ഡോഗ്സ് ഉണ്ടോ കുറച്ച്? ഒന്നുമില്ല, കുറച്ച് അധികമായിട്ട് ആൾക്കാർ. ആ മതി, ബാക്കി ഇങ്ങോട്ട് വന്നോളൂ. അതിനെ ഓടിക്കണേ. ആ ഓടിച്ചില്ലേ? നോ, സിറ്റ്. നോ സിറ്റ്. നോ സിറ്റ്. ഇപ്പോ ഇങ്ങനെ പുള്ളി കേട്ടാ ഇരിക്കുന്നില്ല എങ്കിൽ. ഇപ്പൊ ഇത്രയും ഡോഗ്സ് ഇട്ടുണ്ട് കേട്ടാ. പോരെ, ഹാൻഡിൽ ചെയ്തോ. ട്രാവൽ ചെയ്തതിന്റെ ഞാൻ കൂടെ ഉണ്ട്. നീ എവിടെ പോന്ന്? അടുക്ക്. കേട്ടോ, തിരിച്ചു വാ. വാ തിരിച്ചു വാ, തിരിച്ചു വാ. വാ ഇങ്ങോട്ട് ഇങ്ങോട്ട്. നോ സിറ്റ്. ക്രമം വരാതെ പക്ഷെ നമ്മൾ സൈലന്റ് ആയിരിക്കും. ഇത്ര ആൾക്കാരില്ലേ? നോ നോ നോ, ഫുള്ള് കാണില്ല, ഫുള്ള്. നോ 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 നോ. നോ, ടെററാവുന്നുണ്ട് കേട്ടോ. നോ, ശരിയല്ലേ? കുറെ വരുന്നുണ്ട് കേട്ടോ. അത് അവരെ ഒരു സ്ഥലത്തേക്ക് വന്നല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ ഡോഗിനെ പുറത്ത് പോയത്? ഇത് ഫസ്റ്റ് ടൈമാ. ഇത് അവനെ കൊണ്ടുവന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മള് ഇത്രയും ക്രൗഡിന്റെ ഇടയിൽ വരുന്നത്. ഓക്കെ, ഹാർബറിൽ. ഇപ്പൊ ഇനി അടുത്ത ഇപ്പൊ വരാനൊരു പേടി ഉണ്ടായില്ലേ? പേടിയൊക്കെ മാറി. അല്ല, വരാനൊരു പേടി ഉണ്ടായില്ലേ? ആദ്യം പോയിട്ട് പേടി ഉണ്ടായി. എങ്ങനെയായിരിക്കും പബ്ലിക്കിലൊക്കെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും അറിയില്ല. പക്ഷെ നമുക്ക് ലീഷിൽ എങ്ങനെ കൊണ്ടുപോവാം? ഓക്കെ, നമ്മള് ഡോഗ് ഫ്രീ നമ്മളടുത്ത് സെറ്റ് അയക്കണം. ശരി, മറ്റാൾക്കാരെ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമുക്ക് പബ്ലിക് ഏരിയ കൊണ്ടുപോകാം. ഓക്കെ, മുമ്പ് സ്ട്രീറ്റ് ഡോഗ്സ് എങ്ങനെ അവര് തമ്മിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു, നമുക്ക് സ്ട്രീറ്റ് ഡോഗ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇവനെയായിരുന്നു. മാത്രമേ
ഇവനെ കൺകൺട്രോൾഡ് ആയിരുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി, ആള് ഓക്കെ ആണ്. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇനിയാണ് ഇവന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇവൻ എന്റെ അടുത്ത് ഓക്കെ ആയിരിക്കും, നിങ്ങളടുത്ത് ഓക്കെ ആവുന്നില്ല. അപ്പൊ നിങ്ങൾ ഇനി കണ്ടിന്യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും ഒരുപാട് ഓപ്ഷൻ ആയിട്ടാണ്. അപ്പൊ അതല്ല ശരി ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഫസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആരുള്ള സ്ഥലങ്ങൾ ചെയ്യാം ഫ്രീ ആയിട്ട്, നിങ്ങളുടെ ഡോഗ് മാത്രം. പിന്നെ കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറക്കാം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ ടാസ്ക് ഉണ്ടാവില്ലേ, അത് കവർ ചെയ്യാം. എന്നിട്ട് വേണമായിരുന്നു ഇവിടെ ഇറക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒന്നുകൂടി ഡോഗ് സെറ്റ് ആയിരിക്കും. ഓക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടാവും? ഇപ്പം ഓക്കെയാണ്, കൺട്രോൾഡ് ആണ്. വരും ദിവസം നല്ല രീതിക്ക് അപ്ഡേറ്റ് ഉണ്ടാവുമെന്ന് സെറ്റ്. അപ്പൊ എന്താ ചെയ്യാറിയോ, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എനിക്ക് എന്നോട് പറയാം എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പൊ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ കൂടുതലാക്കുന്ന സമയത്ത് കൂടെ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ പെർമിഷൻ എടുക്കാൻ പാടില്ല. അതായത് നോ ബാക്ക് നമ്മൾ പറയുന്ന സമയം ഡോഗ് അവിടെ ഉണ്ടാവണം. അതൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ ബാക്ക് നോ. ഓക്കെ പറഞ്ഞാൽ മാറിപ്പോയി. ഓക്കെ അല്ലെങ്കിൽ കേട്ടില്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഡോഗ് ഫ്രീ ആവുന്നത്. പിടിച്ചോ. ഇത് ഫസ്റ്റ് ഇപ്പൊ അവിടെ നമ്മൾ ചെയ്തില്ലേ, അവിടെ ചെയ്ത് ഇവിടെ ചെയ്യുമ്പോൾ മാറ്റം കണ്ടോ? കാരണം അത് അത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ട് പുറത്ത്. ഇവിടെ ആരുമില്ല. വണ്ടി കുറച്ച് മുമ്പ് എടുക്കാൻ പറ്റൂടോ. നോ, ഇത് ചാടാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി ആണ്. അപ്പൊ എന്താ ചെയ്യാ, ഈ ലീഷന്ന് നോ അവിടെ ഇരുത്താം. പരമാവധി സമയം ഡോഗിനെ അവിടെ ഇരുത്താം. ചെയിൻ കുറച്ച് മുകളിലേക്ക് ഈ ലെവൽ ഉണ്ടോ, താഴെയും ലെവല്. എന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് ഡോഗിനെ പിടിക്കാം, മൂന്ന് അറിയാം, നടക്കാം. ഇതൊന്ന് നടന്ന് കാണിക്കാം. ഈ ഷെപ്പ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഡോഗ് ലെഫ്റ്റ് സൈഡ് കേട്ടോ. മല്ല 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 വേറെ സ്റ്റെപ്പ് വെച്ച് ഒരു സ്റ്റെപ്പ് വെച്ച് മല്ല കൂളായിട്ട് ഫ്രീ ആയിട്ട്. ലീഷ് ഒരു പ്രഷർ വരുന്നില്ലേ, അപ്പൊ ആ പ്രഷർ വരാൻ പാടില്ല. ഇത്രയും ഫ്രീ ആയി വരണം. നോ, ദൂരത്തേക്ക് പോകണമെങ്കിൽ ആളെ അടുപ്പിക്കാം. നോ, ഇത്രയും ഫ്രീ ആയിട്ട് നമ്മൾ കൂടെ വരണം. പേടിയുണ്ടോ? ആ പ്രശ്നം ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യിക്കാം. ഇരുത്തി ഒന്ന് സിറ്റ്, ഗുഡ് ബോയ്, ഡൗൺ, വെയിറ്റ്. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ ചെയ്യാം. നമ്മൾ ഈ ടൈമിംഗ് എന്താ അറിയോ, ഒരു 2 മിനിറ്റ് 4 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ടൈമിംഗ് കൂട്ടി വരിക. ഒറ്റയടിക്കുന്ന 1 മണിക്കൂർ നന്നായി നടക്കുന്ന കാര്യമല്ല. മല്ല ഓരോ കാര്യം ചെയ്യാം. ഇതിപ്പോ നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ഇതുപോലെ ചെയ്യാം. നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ ഇതുപോലെ വെച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇവരൊന്നും ഇറങ്ങാൻ പാടില്ല. ചിലർ ഈ കടലൊക്കെ നീങ്ങി പോകും. നമ്മൾ വീട്ടിൽ അതേ സ്ഥലത്ത് എങ്ങനെ ഉണ്ടായോ അതുപോലെ ഒന്ന് നടന്നു നോക്കുന്നു കൂടി. അപ്പൊ ഇവിടെ എടുക്കുന്ന സമയത്ത് ഇതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഗുഡ് ബോയ്, ഓക്കെ പറഞ്ഞാല് ആള് ഫ്രീ ആണ്. ഓക്കെ, എന്നിട്ട് നടന്നു നോക്കുന്നു. ഒരു ഒറ്റ കയ്യിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ലീശൊക്കെ ഒറ്റ കയ്യിൽ, ഒരു കയ്യിൽ ലീശ, മറ്റേ ലെഫ്റ്റ് കയ്യിൽ മതി. ഗുഡ് ബോയ് കറക്റ്റ് ആണെങ്കിൽ ഡോഗിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വന്നാൽ മതി. Sit, wait. Yes, good boy. Down. Stay. Wait. പറയുന്ന രണ്ടിന്റെ മീനിങ് ഒന്നാണ്, പക്ഷെ ആ ഒരു ട്യൂൺ ഉണ്ടല്ലോ, ആ ട്യൂണാണ് ഇവർ മനസ്സിലാക്കുക. അപ്രീഷിയേറ്റ് ചെയ്യണം ഡോഗിനെ, എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം നല്ല കാര്യങ്ങൾ. ഓക്കെ സെറ്റ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ്ങിന്റെ ആ ഒരു പീരീഡ്? ഇപ്പോ
ഇപ്പോൾ മാറ്റമുണ്ട്. ഓക്കെ ആദ്യത്തേലും മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ പോയ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്, അവൻ്റെ ഫസ്റ്റ് ടൈമാണ്, എൻ്റെയും ഫസ്റ്റ് ടൈമാണ്. അത്രയും ഡോഗ്സ് ചുറ്റിനും ഉണ്ടായിരുന്നു, ക്രൗഡഡ് ആയിരുന്നു. ഫസ്റ്റ് പോകാൻ ഒരു പേടിയുണ്ടായില്ലേ? ആദ്യം പോകാൻ ഒരു എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. ക്രൗഡ് ചില ആൾക്കാർ മാത്രമേ നമുക്ക് പേടിക്കേണ്ടത്. ഡോഗ്സിനെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. ചില ആൾക്കാർ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒക്കെ ആ കൺട്രോൾഡാ. അത് പഠിച്ചതൊക്കെ ഒന്ന് തറവാക്കി വരുന്നുണ്ട്. ചെയ്യണം കേട്ടോ. അത് ഓരോ കാര്യങ്ങളും ചെയ്യാം. എവിടെയാ സ്റ്റക്കാന്ന് വെച്ചാൽ വിളിക്കാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ അത് വിളിക്കണം. വിളിച്ച് പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്തെന്ന്, എന്താ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റും. പറ്റുമെങ്കിൽ അതിന്റെ വീഡിയോ എന്തെങ്കിലും അയച്ചാൽ അപ്പം കറക്റ്റായി പറയാൻ പറ്റും. ഓക്കെ താങ്ക് യു.